പശ്ചിമേഷ്യയിൽ ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന സമാധാന ശ്രമങ്ങൾ പാളുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ഇറാൻ ഗൗരവകരമായി ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലെബനനിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങളും കരയുദ്ധവും ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് നീങ്ങാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഈ വിവരം പുറത്തുവിട്ടത്. ലെബനനിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായി നിലനിന്നിരുന്ന പോരാട്ടം അവസാനിപ്പിക്കണമെന്ന ധാരണ ഇസ്രായേൽ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. 2024 നവംബർ മുതൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനത്തിന് ഇതോടെ അന്ത്യമാകുമെന്ന ഭീതി പരന്നിരിക്കുകയാണ്. ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ കരാർ പുനഃപരിശോധിക്കുമെന്നും വെടിനിർത്തലിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനൻ ഇപ്പോൾ ഭീകരമായ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. പ്രധാനമായും ലെബനന്റെ തലസ്ഥാന നഗരിയിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം പോലും ബോംബ് വർഷം നടക്കുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന ബെക്ക വാലിയിൽ 100-ലധികം സൈനിക കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത്. അതിർത്തി മേഖലകളിൽ ഇസ്രായേൽ കരസേനയും വ്യോമസേനയും സംയുക്തമായാണ് നീങ്ങുന്നത്. ഇസ്രായേലിന്റെ വാദപ്രകാരം മാർച്ച് 2-ന് ഹിസ്ബുള്ള നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ഈ സൈനിക നടപടി തുടരുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങളിൽ സാധാരണക്കാരാണ് വലിയ തോതിൽ ഇരയാകുന്നത്. ലെബനീസ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കുറഞ്ഞത് 1530 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 4812-ലധികം ആളുകൾക്ക് വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റു. ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ അതീവ ഗുരുതരമായ സാഹചര്യം ലോകരാജ്യങ്ങൾ വലിയ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. ഓരോ രാജ്യവും അവരുടെ താൽപര്യങ്ങൾക്കും നയതന്ത്ര നിലപാടുകൾക്കും അനുസരിച്ചാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ നിരന്തരമായി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം തടയാൻ UN-ന് കാര്യമായ ശക്തിയില്ലെന്ന വിമർശനം ഉയരുന്നുണ്ട്. ലെബനനിൽ UN സമാധാന സേനാംഗങ്ങൾ ഉള്ളതിനാൽ ഇസ്രായേൽ ആക്രമണം അവരെയും അപകടത്തിലാക്കുന്നുണ്ട്. മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങളെ അവർ തള്ളിക്കളയുന്നില്ല. ചർച്ചകളിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തിയെന്ന ഇസ്രായേലിന്റെ പരാതി പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമായി പലരും വിലയിരുത്തുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നത്. യുദ്ധം വ്യാപിച്ചാൽ അത് ഈ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരത്തെയും വിദേശ നിക്ഷേപത്തെയും ബാധിക്കും. കൂടാതെ ലെബനനിലെ സാധാരണക്കാരുടെ മരണസംഖ്യ ഉയരുന്നത് അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ലെബനനിലെ 100ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒപ്പിട്ട സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആശ്വാസം പ്രകടമായിരുന്നു. ക്രൂഡ് ഓയിൽ വില കുറയുകയും ഓഹരി വിപണികൾ ഉണർവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാൻ കരാറിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നത് ആഗോള എണ്ണ വിപണിയെ വീണ്ടും അസ്ഥിരപ്പെടുത്തിയേക്കാം. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്നത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ പല നിബന്ധനകളോടും ഇസ്രായേലിന് വിയോജിപ്പുണ്ടായിരുന്നു. തങ്ങളെ കൂടിയാലോചനകളിൽ കൃത്യമായി ഉൾപ്പെടുത്തിയില്ലെന്ന പരാതി ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിഷ്ക്രിയമാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാൽ അത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. കേവലം ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയുടെയും മറ്റ് ആഗോള ശക്തികളുടെയും അടുത്ത നീക്കങ്ങൾ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിർണായകമാകും.